ആൻ്റണി രാജു MLA 3 വർഷത്തെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. ഇന്നാണ് ഹൈക്കോടതി ആ ശിക്ഷ മരവിപ്പിച്ചത്. പക്ഷേ തൽക്കാലം അദ്ദേഹത്തിന് ശിക്ഷ അനുഭവിക്കേണ്ട, 30 ദിവസത്തിനകം ആ ശിക്ഷ വിധി നടപ്പാക്കുമെന്നാണ് കോടതി പറഞ്ഞത്. 30 ദിവസത്തിനുള്ളിൽ അദ്ദേഹം അത് സ്റ്റേ ചെയ്തെങ്കിൽ അദ്ദേഹത്തിന് ജയിൽവാസം ഒഴിവാക്കാൻ പറ്റും. ഏതായാലും ഹൈക്കോടതിയിൽ അദ്ദേഹം പരാതി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ശിക്ഷ തൽക്കാലം മരവിപ്പിച്ചു ഹൈക്കോടതി. ഇനി അദ്ദേഹത്തിന് ഹൈക്കോടതിയുടെ അടുത്ത പോസ്റ്റിങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാദഗതികൾ ഹൈക്കോടതിയിൽ നിരത്തേണ്ടി വരും. ഇവിടെ നമുക്കറിയാം, ആന്റണി രാജു MLA അഡ്വക്കേറ്റായിരുന്ന ആ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ അദ്ദേഹം സെലിം വിൽഫ്രഡിൻ്റെ ജൂനിയറായി, അഡ്വക്കേറ്റ് സെലിം വിൽഫ്രഡിൻ്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുന്ന സമയം ആണ് ഓസ്ട്രേലിയക്കാരൻ ഒരാൾ അദ്ദേഹം ഇതിനകത്ത് ഡ്രഗ്സ് ട്രിവാൻഡ്രം എയർപോർട്ട് വഴി അണ്ടർവെയറിനകത്ത് ഡ്രഗ്സ് വെച്ച് കൊണ്ടുവന്നു. പോലീസ് പിടി വീണു. ആ കേസ് നടത്തിയത് സെലിം അവരുടെ ജൂനിയറായിരുന്നു ആന്റണി രാജു MLA. അദ്ദേഹത്തിൻ്റെ തുടക്ക സമയമാണ് അതിനകത്ത്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്. ആ കോടതിയിലിരുന്ന തൊണ്ടി സാധനം മാറ്റി, അവിടുത്തെ തൊണ്ടി ക്ലാർക്ക് കൂടെ ചേർന്ന് ആന്റണി രാജു മാറ്റി എന്നാണ് വന്നിരിക്കുന്ന പരാതി. മാറ്റിക്കഴിഞ്ഞപ്പം ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ഇവിടെ അദ്ദേഹത്തിന്, ഓസ്ട്രേലിയക്കാരനെ, ജീവപര്യന്തം തടവിന് വിധിച്ചിരുന്നു. അതിനെതിരായ ഹൈക്കോടതി പോയി. ഹൈക്കോടതി ചെന്ന് കഴിഞ്ഞപ്പം തൊണ്ടി സാധനങ്ങൾ പരിശോധിക്കണമെന്ന് വാദഗതി വന്നു. ആ തൊണ്ടി സാധനത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ അണ്ടർ ബ്രീഫ് അല്ലെങ്കിൽ ജഡ്ഡിക്ക് അകത്താണ് ഇത് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ആ അണ്ടർ ബ്രീഫ് പരിശോധിക്കണം എന്ന് വാദഗതി വന്നു ഹൈക്കോടതിയിൽ. ഹൈക്കോടതി അത് പരിശോധിച്ചു. കൊച്ചുകുട്ടികളുടെ ഒരു നിക്കർ പോലെ പോക്കറ്റുള്ള ഒരു ചെറിയ സാധനമാണ്. അതിൻ്റെ കാലിൻ്റെ നീളമെല്ലാം വെട്ടി തയ്ച്ചിട്ടാണ് അങ്ങനെ ഉണ്ടായെന്നായിരുന്നു കേസ്. അന്നത്തെ SP ആയിരുന്ന, ഇപ്പോൾ SP ആയിട്ട് റിട്ടയർ ജയമോഹൻ എന്ന അദ്ദേഹമായിരുന്നു ആ കേസിൻ്റെ അവസാനത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ലാസ്റ്റ് വരെ റിട്ടയർ ചെയ്തിട്ടും കോടതിയിൽ കൃത്യമായിട്ട് ഹാജരായി കേസ് നടത്തിച്ചു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നെടുമങ്ങാട് ആന്റണി രാജുവിനെ ശിക്ഷിക്കുകയും ചെയ്തു. ജയമോഹനെ റിട്ടയർ ചെയ്തിട്ടും വർഷങ്ങളായെങ്കിലും അദ്ദേഹം ആ കേസിൻ്റെ പിന്നാമ്പുറത്തൂടെ സഞ്ചരിച്ചു. ആ കേസിൻ്റെ മുഴുവൻ കാര്യങ്ങളും പഠിച്ചു. അതിൻ്റെ പ്രോസിക്യൂട്ടറെ സഹായിക്കാൻ റിട്ടയർ ചെയ്തും ഇത്രയും വർഷങ്ങളായിട്ടും അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ എല്ലാവരും അനുമോദിച്ചു. കാരണം ആ കേസിൻ്റെ നടത്തിപ്പിൽ അപാകതകൾ കൊണ്ടാണ് നേരത്തെ അതിൽ ശിക്ഷ ലഭിക്കാതെ പോയത്. ഇദ്ദേഹം വന്ന ശേഷം അതിൻ്റെ അന്വേഷണം പൂർവാധികം ശക്തിയോടെ നടത്തി കുറ്റച്ചാർജ് കൊടുത്തു. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആന്റണി രാജുവിനെ ശിക്ഷിക്കുകയും ചെയ്തു. ആ ശിക്ഷാവിധി നടപ്പാക്കരുത്, 30 ദിവസത്തിനകം അത് മരവിപ്പിച്ചില്ലെങ്കിൽ ജയിലിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ഏതായാലും ഉദ്ദേശിച്ച പോലെ തന്നെ ആ അപ്പീലിലെ ശിക്ഷ മരവിപ്പിച്ചു. അതുകൊണ്ട് ഇനി കോടതി അത് പരിശോധിക്കേണ്ടി വരും. ഹൈക്കോടതി അപ്പീലിൽ അതിനി എന്നെടുക്കുമെന്നറിയില്ല. തൽക്കാലത്തേന് അദ്ദേഹത്തിന് ശിക്ഷയൊന്ന് ഒഴിവായി കിട്ടി. എന്തായാലും കോടതിയുടെ പരിശോധനയിലെ ഇതുവരെ ഉണ്ടായ മുഴുവൻ കാര്യങ്ങളും കോടതി പരിശോധിക്കും. അതിനകത്ത് എന്താണ് നടന്നതെന്ന് ലോവർ കോടതിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് കൃത്യമായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ ആന്റണി രാജു പോയി വന്നിരുന്നു. പക്ഷേ കേസിൻ്റെ മുറയ്ക്ക് പോയി. കോടതിയിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന തൊണ്ടി സാധനങ്ങളിലെ അതിൻ്റെ രൂപത്തിനും ഇതിന് മാറ്റം വരുത്തിയത് അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് ആന്റണി രാജുവും അതുപോലെ അവിടുത്തെ തൊണ്ടി ക്ലാർക്ക് കൂടെ ചെയ്തു നടപ്പാക്കി എന്നാണ് വരുന്നത്. എന്തായാലും ശരി, ശിക്ഷ 2 വർഷത്തിൽ കൂടുതലായതുകൊണ്ട് അടുത്ത ഇലക്ഷന് അദ്ദേഹത്തിന് ഇലക്ഷന് കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ സംശയമുണ്ട്. 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ഷന് മത്സരിക്കാൻ ഒക്കില്ല. ഇത് ട്രയൽ നടത്തി ശിക്ഷിച്ചതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് മരവിപ്പിച്ചാലും ആ ശിക്ഷ ഉള്ളതുകൊണ്ട് അടുത്ത ഇലക്ഷന് മത്സരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.